ഒരു സമൂഹം എഴുതി വെക്കാത്ത ചരിത്രം എവിടെയാണ് ജീവിക്കുന്നത്? പുസ്തകങ്ങളിലല്ല, ജനകീയമായ കഥകളിലാണ്. ആ കഥകൾ തലമുറകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ വിശ്വാസമാകുന്നു. ആ വിശ്വാസം ഒരു കുടുംബത്തിൻ്റെ വിധി നിർണ്ണയിക്കുമ്പോൾ നമ്മളതിനെ ഫോക്ലോർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ആ സൂക്ഷ്മമായ അതിർത്തിയിലേക്കാണ് മുത്തശ്ശി എന്ന വെബ് സീരീസ് അതിൻ്റെ ഒരു സ്വന്തം ലോകം നിർമ്മിക്കുന്നത്. 6 എപ്പിസോഡുകൾ മാത്രമാണുള്ളത്. ഓരോ എപ്പിസോഡും ഒരു സംഭവമല്ല തുറക്കുന്നത്, ഒരു പാരമ്പര്യത്തിൻ്റെ പാളികൾ തുറക്കുന്നത് പോലെയാണ്. വിവാഹശേഷം ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ലീലയുടെ കഥയാണെന്ന് ആദ്യം തോന്നും. എന്നാൽ പതുക്കെ മനസ്സിലാകും അവൾ ആ ഒരു വീടിൻ്റെ വാതിലല്ല ശരിക്കും തുറന്നത്, ഒരു വംശത്തിൻ്റെ അടച്ചുവെച്ച ഓർമ്മയാണ് ശരിക്കും തുറക്കുന്നത്. അതുകൊണ്ടാണ് ഈ സീരീസിൽ യഥാർത്ഥ പ്രതിനായകൻ ആരാണെന്ന് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മനുഷ്യനോ വിശ്വാസമോ അതോ നിശബ്ദതയോ, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ് പോകുന്നത്. തിരക്കഥയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും വിജയവും അതുതന്നെയാണ്. ഇത് ഉത്തരങ്ങൾ നൽകുന്നില്ല, പ്രേക്ഷകനെ സംശയിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രംഗം കാണുമ്പോൾ അമാനുഷ്യമാണെന്നൊക്കെ തോന്നും, അടുത്ത നിമിഷം അത് മനുഷ്യരുടെ തീരുമാനങ്ങളുടെ ഫലമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു അനിശ്ചിതത്വമാണ് ഈ സീരീസിൻ്റെ യഥാർത്ഥ സസ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തുളു ഫോക്ലോർ കഥയുടെ ഒരു ശ്വസന രീതി പോലെയാണ് ഇതിനെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആചാരങ്ങളും വിലക്കുകളും ഈ പൂർവികരോടുള്ള ബാധ്യതയൊക്കെ ചേർന്ന ഒരു സാംസ്കാരിക സ്മൃതിയെ തിരക്കഥയിൽ ലയിപ്പിക്കുന്നു. അതിനാൽ ഈ എരുമമാടൻ എന്ന ആശയം ഒരു ഭയപ്പെടുന്ന സാന്നിധ്യത്തെക്കാൾ കുടുംബം പരിഹരിക്കാത്ത അടുത്ത തലമുറയിലേക്കൊക്കെ കൈമാറുന്ന ഒരു ഭയത്തിൻ്റെ രൂപകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശാപം മനുഷ്യൻ തന്നെയാണ് ജീവനോടെ നിലനിർത്തുന്നത് എന്ന ആശയത്തെയും ഇതിൻ്റെ നറേറ്റീവ് മുറുകെ പിടിക്കുന്നുണ്ട്. സംവിധായകൻ നന്ദുലാൽ MS അന്തരീക്ഷത്തിനും സ്മൃതി നൽകുന്ന രീതിയിലാണ് ഈ ഹൊറർ സൃഷ്ടിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രെയിമുകളും ഈ നിശബ്ദമായിട്ടുള്ള സംഭാഷണങ്ങളും ഈ തുറക്കുന്ന വാതിലുകളും പിന്നെ ഈ ചെന്നെത്തുന്ന മുറികളുമൊക്കെ ഒരു മറച്ചുവെച്ച സത്യത്തെ അന്വേഷിക്കുന്ന രീതി കഥാപാത്രങ്ങളുടെ മാനരസങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ KPSC ലീല ശരിക്കും കാലത്തിൻ്റെ ഭാരം താങ്ങുന്ന ഒരു മുഖമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ ഭയത്തിൻ്റെയൊക്കെയും സ്നേഹത്തിൻ്റെയും ഇടയിൽ ഒരു കുടുങ്ങിയ കഥാപാത്രമാണ്. ശരിക്കും ഈ സീരീസിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് ഈ KPSC ലീലയുടെ കഥാപാത്രം തന്നെയാണ്. അഖില ഭാർഗവൻ ഈ മാതൃത്വത്തിൻ്റെ ഭാവങ്ങളെയൊക്കെ തീരുമാനങ്ങളിലൂടെ പ്രകടമാക്കുന്നൊരു കഥാപാത്രമായിട്ട് ഉണ്ട്. അതുപോലെ അമിത് ചക്കാലക്കൽ ഈ വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും ഒക്കെ ഇടയിൽ കുടുങ്ങിയ പ്രതിസന്ധികളിൽ കഴിയുന്ന ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് നന്നായിട്ട് ശരിക്കും ഇതിനോട് പോരാടുന്ന ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ശരിക്കും ഭയത്തെക്കുറിച്ചുള്ള കഥയല്ല, നമ്മൾ ചോദ്യം ചെയ്യാത്ത പാരമ്പര്യമായി സ്വീകരിക്കുന്ന വിശ്വാസങ്ങൾ ഒടുവിൽ നമ്മുടെ വിധിയെ എങ്ങനെ എഴുതുന്നു എന്നതിനെക്കുറിച്ചുള്ള കഥയാണ്. ഈ എരുമമാടൻ കൺസെപ്റ്റ് കുറച്ചുകൂടി ആഴത്തിൽ പതിയുന്ന രീതിയിലുള്ളൊരു നറേറ്റീവൊക്കെ ആയിരുന്നെങ്കിൽ കഥാപാത്രങ്ങളുടെ സംഘർഷമൊക്കെ ചിലപ്പം കൂടുതൽ പ്രതീകാത്മകമായേനെ. എന്നാലും തീർച്ചയായും നമുക്ക് C5-ൽ ആസ്വദിക്കാവുന്ന ഒരു സീരീസാണ്.